അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അല്ലാഹു തആല നമുക്ക് 12 മാസങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ 12 മാസങ്ങളാണല്ലോ. മുഹറം, സ്വഫർ, റബിയുൽ അവൽ, റബിയുൽ ആഖിർ, ജമാദുൽ അവൽ, ജമാദുൽ ആഖിർ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 12 മാസങ്ങളാണവ. ഈ 12 മാസങ്ങളിൽ നിന്ന് ഒരു 4 മാസങ്ങളെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണത്? മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 4 മാസങ്ങൾ. എന്താണ് ഈ 4 മാസത്തിന്റെ പ്രത്യേകത? യുദ്ധം ഹറാമാക്കിയ മാസമാണ്, രക്തച്ചൊരിച്ചിലുകൾ ഹറാമാക്കിയ മാസമാണ്, അതുപോലെ തന്നെ അക്രമങ്ങൾ നിഷിദ്ധമാക്കിയ മാസമാണ്. സ്വന്തം ശരീരത്തിനോട് പോലും അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല. എന്താണ് സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പൊ ബാക്കിയുള്ള മാസങ്ങളിൽ തെറ്റുകൾ ചെയ്യാമെന്നാണോ? അങ്ങനെയല്ല. ഈ മാസങ്ങളിൽ പ്രത്യേകിച്ചിട്ട് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങേണ്ട മാസങ്ങളാണ്. നമ്മൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട മാസങ്ങളാണ്. അതുപോലെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ആ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞ 4 മാസങ്ങളിൽ നിന്നും ഒരു മാസമാണ് റജബ് എന്നുള്ളത്. ഈ റജബിനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ നിന്നും ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെയൊക്കെ കരളിന്റെ കഷ്ണമായ ചങ്കില ചോരയായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ മാതാവാകുന്ന ആമിന ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ച മാസമാണ് റജബ്. മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക് ഇതിനേക്കാളും വലിയൊരു പവിത്രത വേറെയുണ്ടോ? മാത്രമല്ല, അതേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സൃഷ്ടികളിൽ നിന്നും അള്ളാഹുവിനെ ഡയറക്റ്റായിട്ട് ഒരു തടസ്സവുമില്ലാതെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ട മാസമാണ് റജബ്. നമുക്കറിയാലോ ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം. നമുക്ക് ആ വിഷയങ്ങളൊക്കെ വരാനുണ്ട്. എന്നാലും ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടിയിട്ട് ബുറാക്ക് എന്ന് പറയുന്ന ആ വാഹനത്തിൽ 7 ആകാശവും കടന്ന് അള്ളാഹുവിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ഒരു പരിധിയിലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന, നബിയെ, എനിക്ക് ഇതിനപ്പുറം പ്രവേശനമില്ല. മുത്തുനബിയോട് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, നിങ്ങൾ മുമ്പോട്ട് പോവുക, എനിക്ക് അതിന് അധികാരമില്ല, എനിക്ക് അവിടത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം നഗ്ന നേത്രങ്ങളെ കൊണ്ട് അള്ളാഹുവിനെ വളരെ അടുത്തു നിന്ന് കാണുകയാണ്, സംഭാഷണം നടത്തുകയാണ്. ആ ഒരു ഭാഗ്യം നൽകിയ മാസം ഈ റജബ് മാസമാണ്. എന്തൊരു കാഴ്ചയായിരിക്കും അത്! ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആഗ്രഹം പറഞ്ഞില്ലേ? അള്ളാഹുവെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞില്ലേ? അള്ളാഹു താല എന്താ പറഞ്ഞത്? മൂസാ നബിയെ, നിങ്ങളെ കണ്ണിന് അതിനുള്ള ശക്തിയില്ല. എന്നാലും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ല അള്ളാഹുവെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിവിടെ ചരിത്രം പറയല്ല, അത് വളരെ വിശാലമായ ചരിത്രമാണ്. അവസാനം അള്ളാഹു താല മൂസാ നബിയോട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ തൂരി സീനാ പർവ്വതത്തിലേക്ക് ഒന്ന് നോക്കുക. അവിടെ ഒരു പ്രകാശം ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്ത് പ്രകാശമാണത്? വളരെ ചെറിയ ഒരു പ്രകാശം. അള്ളാഹുവിന്റെ പ്രകാശത്തിനോട് വെച്ച് നോക്കുമ്പോ അതിനേക്ക് കണക്കില്ല. കോടാന കോടിയിൽ നിന്നൊരംശം എന്നൊന്നും പറയാൻ പറ്റൂല. അത്രയും ചെറിയ ഒരു അംശം ആ തൂരി സീനാ പർവ്വതത്തിലേക്ക് അങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോ വഖറ മൂസ സൈഖ എന്ന് പറഞ്ഞ മൂസാ നബി ബോധം കെട്ട് വീണുപോയി. കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അത്രയും അടുത്തു നിന്ന് നഗ്ന നേത്രങ്ങളെ കൊണ്ട് മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു, സംസാരിച്ചു. അവിടുന്ന് പാരിതോഷികമായിട്ട് 50 റക്അത്ത് നിസ്കാരം കൊടുത്തു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഇടപെടൽ കാരണം അത് 5 വഖത്തായി കുറച്ചു. അതൊക്കെ വളരെ വലിയ ചരിത്രമാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോയതല്ല. അപ്പൊ ഈ റജബ് മാസത്തിന് അത്രയും വലിയ പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ റജബിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത്, ഇത് വിത്തുകൾ പാകാനുള്ള മാസമാണ്, അതായത് വിളവിറക്കാനുള്ള മാസമാണ്. നമ്മളൊരു സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോ നല്ല പോലെ ആ സ്ഥലം ഒന്ന് ഉഴുത് മറിച്ച് കളച്ച് അതിൽ നല്ല നല്ല വിത്തുകൾ നമ്മൾ പാകും. എന്തുകൊണ്ട്? നല്ല വിത്തുകൾ പാകിയാൽ മാത്രമേ നല്ല വിളവുകൾ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ വിത്തുകൾ പാകിയിട്ട് അതിന് നല്ല പോലെ വെള്ളമൊക്കെ നനച്ച് ശുശ്രൂഷിച്ചാൽ മാത്രമേ നല്ല വിളവെടുപ്പ് നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെയാണ് ഈ 3 മാസത്തിനെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. റജബ് എന്ന് പറയുന്നത് നല്ല നല്ല വിത്തുകൾ പാകാനുള്ള മാസമാണ്, അതായത് വിളവിറക്കാനുള്ള മാസമാണ്, കൃഷി ചെയ്യാനുള്ള മാസമാണ്.
ഷഅബാൻ എന്ന് പറയുന്നത് അതിനിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ശുശ്രൂഷിക്കാനുള്ള മാസമാണ്. റമളാൻ എന്ന് പറയുന്നത് വിളവെടുക്കാനുള്ള മാസമാണ്. ഈ 2 മാസങ്ങളിലും നല്ലപോലെ കൃഷി ഇറക്കിയാൽ റമളാനിൽ നല്ലപോലെ കൊയ്യാൻ നമുക്ക് കഴിയും. നമ്മൾ വിചാരിക്കുന്നത് റമളാൻ ആവട്ടെ, റമളാൻ ആവുമ്പോ തുടങ്ങാം. റമളാനിലല്ലേ അല്ലാഹു തആല ഒരു ഫറളിന് 70 ഫറളിന്റെ കൂലിയും അതുപോലെ ഒരു സുന്നത്തിന് ഒരു ഫറളിന്റെ കൂലിയും ഇങ്ങനെ ഒരുപാട് ഓഫറുകൾ നൽകുന്നത് റമളാനിനല്ലേ. അപ്പൊ റമളാനിൽ നമുക്ക് തുടങ്ങാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റി. റജബിലും ഷാബാനിലും നല്ല കൃഷി ഇറക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ റമളാനിൽ കൊഴിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇവിടെ ഇറക്കുന്ന കൃഷി അനുസരിച്ചായിരിക്കും റമളാനിൽ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഈ മാസം മുതൽ കൊണ്ട് തന്നെ തുടങ്ങണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു, ആരാണ് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു? തസവ്വുഫിന്റെ വലിയ പണ്ഡിതനാണ്. ഔലിയാക്കന്മാരിൽ ഒരുപാട് വലിയ സ്ഥാനത്തുള്ള ആളാണ്. ഒരുപാട് കിതാബുകൾ ഉണ്ടാക്കിയ ആളാണ്. മഹാനവറുകൾ പറയുന്നു. അതുപോലെ തന്നെ ഇമാം തബരി റളിയല്ലാഹു അൻഹു തഫ്സീറുകളൊക്കെ പറയുന്നുണ്ട് ഈ വിഷയം. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ, ഇബ്ലീസിന്റെ ഷർറില്ലാതെ, ഇബ്ലീസിന്റെ ഫിത്നയില്ലാതെ, നമുക്കെല്ലാവർക്കും അറിയാം മരണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. വളരെയധികം ദാഹം അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും മരണത്തിന്റെ സമയം. ആ സമയത്താണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരു പാത്രത്തിൽ വെള്ളവുമായിട്ട് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. അതല്ല നമ്മൾ ബദരീങ്ങളെ കൊണ്ട് കാവല് ചോദിക്കുന്നത്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിന്റെ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പൂമുഖം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. കാമിലായ ഈമാനോടുകൂടി അല്ലാഹു തആല മരിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ, ഇബ്ലീസിന്റെ ഷർറില്ലാതെ, ശൈത്താന്റെ ഫിത്നയില്ലാതെ മരിക്കണമെങ്കിൽ ഈ 4 മാസങ്ങളിൽ വളരെ ഗൗരവത്തിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട്, പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട്, കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട്, നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. പണ്ഡിതന്മാര് പറയുന്നു, നന്മകൾക്ക് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ ഈ 4 മാസങ്ങളിൽ തിന്മകൾക്കും വളരെ ഗൗരവത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് ശിക്ഷകൾ ഉണ്ടാകും. എന്നാൽ റമളാനിൽ അങ്ങനെയല്ല. റമളാനിൽ അല്ലാഹു തആല ഒരു ഫറളിനിക്ക് 70 ഫറള് നൽകുന്നുണ്ടെങ്കിൽ ഒരു തെറ്റിനിക്ക് അല്ലാഹു തആല ഒരു തെറ്റ് മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നന്മകൾക്ക് അല്ലാഹു തആല പ്രതിഫലം കൂടുതൽ നൽകുന്നുണ്ടെങ്കിൽ തിന്മകൾക്കും അതേപോലെ ശിക്ഷകൾ അല്ലാഹു തആല കൂടുതൽ നൽകുമെന്നാണ്. കാരണം ഈ 4 മാസം അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞതാണ്. യുദ്ധം ഹറാമാക്കിയ മാസമാണ്, അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ മാസമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള മാസമായതുകൊണ്ട് അല്ലാഹു തആല ശിക്ഷകളും വളരെ കഠിനമാക്കുമെന്നും പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ ഉംറ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസം അത് റജബായിരുന്നു. അതുപോലെ ഒരുപാട് ഇമാമുമാർ വഫാത്തായത് ഈ റജബ് മാസത്തിലാണ്. മദ്ഹബിന്റെ ഇമാമായ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഈ റജബ് മാസത്തിലാണ്. അതുപോലെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഈ റജബ് മാസത്തിലാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്തായതും ഈ റജബിലാണ്. അതുപോലെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു വഫാത്തായതും ഈ റജബിലാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ കാവലായ, ഇന്ത്യയുടെ വിളക്കായ ഖാജ മുഹീദ്ദീൻ ചിസ്തി അൽ അജ്മീരി അസ്സഞ്ചരി റളിയല്ലാഹു അൻഹു, മഹാനവർകള് ജനിച്ചതും വഫാത്തായതും ഈ റജബിലാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള, എണ്ണുകയാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ഈ റജബ് മാസത്തിനുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ റജബ് എന്നുള്ളത്. അപ്പൊ ഈ റജബ് മാസം ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട്, നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നമ്മൾ ഈ മാസത്തിനെ ധന്യമാക്കുക. അതിൽ തന്നെ മഹാന്മാര് പറയുന്നത് നോമ്പുകൾ അധികരിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ നോമ്പുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അല്ലാഹു തആല നല്ല പോലെ റജബിനെയും ഷഅബാനിനെയും റമളാനിനെയും ഒക്കെ സ്വീകരിക്കാനും അതിൽ അള്ളാഹുവിനിക്ക് വേണ്ട പോലും തഖ്വയോടുകൂടി ഇബാദത്ത് ചെയ്യാനും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ദുനിയാവിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ
ഇഖ്ലാസോടുകൂടി ആഖിറത്തിലേക്ക് വേണ്ടി ചെയ്യാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദുനിയാവും ആഖിറവും വിജയിക്കുന്ന ഒരു കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി അല്ലാഹു തആല മരിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.